അവളുടെ ഒരു ചിരി. പാലക്കാട് നഗരത്തിൽ താമസിച്ചിരുന്ന ഒരു യുവാവായിരുന്നു വിഷ്ണു. അവനൊരു ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. ജീവിതം വളരെ സാധാരണമായിരുന്നു. രാവിലെ ജോലി, വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുക. പക്ഷെ ഒരു ദിവസം അവന്റെ ജീവിതം മാറ്റിയത് ഒരു ചിരിയായിരുന്നു. ഒരു രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവനൊരു പെൺകുട്ടിയെ കണ്ടു. അവളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ തലയുയർത്തി നോക്കി. വിഷ്ണുവിനെ കണ്ടപ്പോൾ ഒരു ചെറിയ ചിരി ചിരിച്ചു. അവളുടെ പേര് അനന്യ. ആ ചെറിയ ചിരി വിഷ്ണുവിന്റെ മനസ്സിലൊരു പ്രത്യേക സന്തോഷമുണ്ടാക്കി. അന്നുമുതൽ അവൻ ഓരോ രാവിലും അതേ ബസ് സ്റ്റോപ്പിലെത്തും. കാരണം അവിടെ അവളെ വീണ്ടും കാണാമെന്ന് അവന് പ്രതീക്ഷയുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. "നീ ദിവസവും പുസ്തകം വായിക്കുന്നുണ്ടല്ലോ?" വിഷ്ണു ചോദിച്ചു. അനന്യ ചിരിച്ചു പറഞ്ഞു, "അതെ, പുസ്തകങ്ങൾ എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്." അവിടെ നിന്നാണ് അവരുടെ സൗഹൃദം തുടങ്ങിയത്. ദിവസങ്ങൾ കടന്നുപോയി. ബസ് യാത്രകൾ, ചെറിയ സംഭാഷണങ്ങൾ, ചിരികൾ, ഇവയൊക്കെ അവരുടെ ദിവസങ്ങളുടെ ഭാഗമായിരുന്നു. വിഷ്ണുവിന്റെ മനസ്സിൽ അനന്യയോടുള്ള സ്നേഹം വളരാൻ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം അവൻ ധൈര്യം കണ്ടെത്തി പറഞ്ഞു, "അനന്യ, ഒരു കാര്യം പറയണം." അവൾ ചിരിച്ചു. "പറയൂ." വിഷ്ണു പതുക്കെ പറഞ്ഞു, "നിന്റെ ഒരു ചിരി എന്റെ ജീവിതം തന്നെ മാറ്റി." അനന്യ കുറച്ചു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നീട് അവൾ ചിരിച്ചു പറഞ്ഞു, "വിഷ്ണു, ഞാൻ ദിവസവും ബസ് സ്റ്റോപ്പിൽ വരുന്നത് ബസ് കാത്തിരിക്കാൻ മാത്രമല്ല." അവൻ അതിശയിച്ചു. "അപ്പോൾ?" അവൾ പറഞ്ഞു, "നിന്നെ കാണാൻ." വിഷ്ണുവിന്റെ മുഖത്ത് ഒരു വലിയ ചിരി തെളിഞ്ഞു. ആ ദിവസം മുതൽ അവരുടെ ബസ് യാത്രകൾ ഒരു പുതിയ പ്രണയകഥയായി മാറി. കാരണം ചിലപ്പോൾ ഒരു ചെറിയ ചിരി പോലും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയത്തിന്റെ തുടക്കമാകാം. ഹാർട്ട്. കൊച്ചി റെയിൽവേ സ്റ്റേഷനിൽ ആ രാത്രി വളരെ ശാന്തമായിരുന്നു. രാത്രിയുടെ അവസാന ലോക്കൽ ട്രെയിൻ വരാൻ ഇനി കുറച്ചു മിനിറ്റ് മാത്രം. വിഷ്ണു എന്ന യുവാവ് പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരുന്നു. ജീവിതം വളരെ വേഗത്തിൽ മാറിയെന്ന തോന്നൽ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ജോലി നഷ്ടപ്പെട്ടതും കുടുംബത്തിന്റെ പ്രതീക്ഷകളും എല്ലാം അവനെ തളർത്തിയിരുന്നു. അവൻ ട്രെയിൻ വരാനായി കാത്തിരിക്കുമ്പോൾ അവന്റെ അടുത്തൊരു പെൺകുട്ടി വന്നിരുന്നു. അവളുടെ പേര് നന്ദന. കയ്യിൽ ചെറിയ ബാഗ്, മുഖത്ത് ചെറിയ ക്ഷീണം, പക്ഷെ കണ്ണുകളിലൊരു പ്രതീക്ഷ. ചില നിമിഷങ്ങൾ അവരൊന്നും സംസാരിച്ചില്ല. പിന്നീട് നന്ദന ചോദിച്ചു, "ഈ ട്രെയിൻ കോഴിക്കോട് പോകുമോ?" വിഷ്ണു തലകുലുക്കി. "അതെ, പക്ഷേ ഇത് ഇന്നത്തെ അവസാന ട്രെയിനാണ്." അവളൊന്ന് ചിരിച്ചു. "നല്ലതാണ്. ചിലപ്പോൾ ജീവിതത്തിൽ അവസാന അവസരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്." ആ വാക്കുകൾ വിഷ്ണുവിന്റെ മനസ്സിൽ പതിഞ്ഞു. ട്രെയിൻ എത്തി. അവരൊരേ ബോഗിയിൽ കയറി. ജാലകത്തിനു പുറത്തേക്ക് ഇരുട്ട് നിറഞ്ഞിരുന്നു. ട്രെയിനിന്റെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. അവർക്കിടയിൽ ചെറിയ സംഭാഷണം ആരംഭിച്ചു. നന്ദന പറഞ്ഞു അവൾ ഒരു സംഗീത അധ്യാപികയാണെന്ന്. പുതിയ ജോലിക്കായി കോഴിക്കോട് പോവുകയാണ്. വിഷ്ണു തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. "എനിക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ജീവിതമൊന്ന് നിലച്ചുപോയ പോലെ." നന്ദനയൊന്ന് ചിരിച്ചു. "ട്രെയിൻ നിർത്തിയാൽ നമ്മൾ എന്തു ചെയ്യും?" വിഷ്ണു പറഞ്ഞു. "വീണ്ടും തുടങ്ങാൻ കാത്തിരിക്കും." അവൾ പറഞ്ഞു, "അതുപോലെ തന്നെയാണ് ജീവിതവും." ആ യാത്രയിൽ അവർ ഒരുപാട് സംസാരിച്ചു. ചിലപ്പോൾ ചിരിച്ചു, ചിലപ്പോൾ മിണ്ടാതിരുന്നു. ട്രെയിൻ സ്റ്റേഷനിലേക്കടുത്തപ്പോൾ വിഷ്ണുവിനൊരു വിചിത്രമായ വിഷമം തോന്നി. കാരണം അവൻ മനസ്സിലാക്കി, ഈ ചെറിയ യാത്രയിൽ തന്നെ അവൻ നന്ദനയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ട്രെയിൻ നിർത്തി. നന്ദന ഇറങ്ങാൻ തയ്യാറായി. അവൾ പറഞ്ഞു, "നമ്മൾ വീണ്ടും കാണുമോ?" വിഷ്ണു ഒന്ന് ചിരിച്ചു. "ജീവിതം വീണ്ടും നമ്മളെ ഒരേ ട്രെയിനിൽ കയറ്റിയാൽ കാണാം." അവൾ ഇറങ്ങി. ട്രെയിൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. വർഷങ്ങൾ കടന്നു. വിഷ്ണു പിന്നീട് തന്റെ സ്വപ്നം പിന്തുടർന്ന് ഒരു ഫോട്ടോഗ്രാഫറായി മാറി. ഒരു ദിവസം അവൻ കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ സ്റ്റേജിൽ ഒരു സംഗീത പരിപാടി നടക്കുകയായിരുന്നു. ഗാനം പാടുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ വിഷ്ണു അമ്പരന്നു. അത് നന്ദനയായിരുന്നു. പരിപാടി കഴിഞ്ഞ ശേഷം അവൾ അവനെ കണ്ടു. അവൾ ചിരിച്ചു പറഞ്ഞു, "കാണുന്നോ, ജീവിതം നമ്മളെ വീണ്ടും ഒരേ ട്രെയിനിൽ കയറ്റി." വിഷ്ണു ചിരിച്ചു. ആ രാത്രി വീണ്ടും ഒരു പുതിയ യാത്ര ആരംഭിച്ചു. കാരണം ചില പ്രണയങ്ങൾ ഒരു ചെറിയ യാത്രയിൽ തുടങ്ങും, പക്ഷെ ജീവിതം മുഴുവൻ നീളും.